പലപ്പോഴും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബിലിറുബിന്റെ ലെവൽ വളരെ ഹൈ ആയിട്ട് പലരിലും കണ്ടുവരാം. ബിലിറുബിൻ ലെവൽ കൂടാനുള്ള കാരണങ്ങളും അതിന്റെ ലക്ഷണങ്ങളും ഇതിന്റെ പരിഹാര മാർഗങ്ങളെ കുറിച്ചുമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുവാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അഞ്ജലി. ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിലിറുബിൻ എന്ന് പറയുന്നത് നമ്മുടെ RBC സെൽസ് ബ്രേക്ക് ഡൗൺ ആകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ബിലിറുബിൻ എന്നുള്ള ഒരു പിഗ്മെന്റ് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബിലിറുബിൻ നമ്മുടെ ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ റെറ്റിക്കുലർ എൻഡോത്തീലിയം സിസ്റ്റത്തിലെ സെൽസിലും അതുപോലെ തന്നെ ലിവർ സെൽസിലുമാണ്. ഫസ്റ്റ് നമ്മുടെ റെറ്റിക്കുലർ എൻഡോത്തീലിയം സെൽസിന് ഈ ഒരു ബിലിറുബിൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ആ ബിലിറുബിനെ നമ്മൾ ഇൻഡയറക്റ്റ് ബിലിറുബിൻ എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ലിവറിൽ എത്തുകയും ലിവറിൽ വെച്ച് ഇതിന് രൂപമാറ്റം സംഭവിച്ചിട്ടാണ് ഡയറക്റ്റ് ബിലിറുബിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും അത് നമ്മൾ ഡക്റ്റിലൂടെ സഞ്ചരിച്ച് നമ്മുടെ പിത്താശയത്തിൽ അഥവാ ഗോൾ ബ്ലാഡറിൽ കളക്ട് ചെയ്യുകയും അവിടെ നമ്മുടെ ഇൻറ്റസ്റ്റൈനിലേക്ക് ഈ ഒരു ബിലിറുബിൻ പോകുകയാണ് ചെയ്യുന്നത്. ബിലിറുബിൻ കൂടുമ്പോൾ നമ്മുടെ ശരീരത്തെ പ്രധാനമായിട്ട് കാണിക്കുന്ന ഒരു ലക്ഷണമാണ് നമ്മുടെ ത്വക്കിലും അതുപോലെ തന്നെ കണ്ണിന്റെ വെള്ളയുടെ ഭാഗത്തും നഖങ്ങളിലും മഞ്ഞ നിറം കാണിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്ത് അമിതമായിട്ടുള്ള ചൊറിച്ചിലും അനുഭവപ്പെടാം, അമിതമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടാം, ഛർദിലും ഓക്കാനും വിശപ്പില്ലായ്മയും അതുപോലെ തന്നെ ക്രമാതീതമായിട്ട് വെയിറ്റ് പല കാരണങ്ങളും ഇല്ലാതെ കുറഞ്ഞു വരുന്നതും ഒക്കെ ഈ ഒരു ബിലിറുബിൻ കൂടുന്നത് മൂലം ആണ്. അമിതമായിട്ടുള്ള വയറുവേദനയും നമ്മുടെ കരളിന്റെ ഭാഗത്ത് വേദന അനുഭവപ്പെടുകയും വയറ് അമിതമായിട്ട് വീർത്തു വരികയും ഒക്കെ ഇതിന്റെ ഒരു മറ്റൊരു ലക്ഷണമാണ്. ഗ്യാസ്ട്രിക് സംബന്ധമായിട്ടുള്ള പല സിംറ്റംസും ഈ ഒരു ബിലിറുബിൻ കൂടുന്നത് മൂലം നമുക്ക് വന്നേക്കാം. യൂറിന്റെ കളർ അമിതമായിട്ട് മഞ്ഞ നിറത്തിലോ അല്ലെങ്കിൽ അമിതമായിട്ട് റെഡ് കളറിലോ നമുക്ക് കണ്ടേക്കാം. മലത്തിന്റെ നിറം ഒന്നെങ്കിൽ പെയിലായിട്ടോ അല്ലെങ്കിൽ ഒരു ഇത് കൂടാതെ തന്നെ തലവേദനയും തലകറക്കവും അതുപോലെ തന്നെ ക്ഷീണവും ഉറക്ക കൂടുതലും ഈ ഒരു ബിലിറുബിൻ കൂടുന്നതിന്റെ ലക്ഷണങ്ങളാണ്. ഈ ബിലിറുബിൻ കൂടാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പല അസുഖങ്ങളുടെ ഭാഗമായിട്ടും ഈ ബിലിറുബിൻ നമ്മുടെ ശരീരത്തിൽ കൂടാം. ഇൻഡയറക്റ്റ് ബിലിറുബിൻ പ്രധാനമായിട്ടും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ് ബിലിറുബിൻ, ഡയറക്റ്റ് ബിലിറുബിൻ അതുപോലെ തന്നെ ടോട്ടൽ ബിലിറുബിൻ ഇതാണ് നമ്മൾ കാണുന്നത്. സോ ഇൻഡയറക്റ്റ് ബിലിറുബിൻ കൂടാനുള്ള ഒരു കാരണമുണ്ട്, ഡയറക്റ്റ് കൂടാനും കാരണങ്ങളുണ്ട്. സോ ഇൻഡയറക്റ്റ് ബിലിറുബിൻ കൂടാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് RBC സെൽസിന്റെ ബ്രേക്ക് ഡൗൺ അമിതമായിട്ട് കൂടുന്നത് മൂലമാണ് ഈ ഒരു ഇൻഡയറക്റ്റ് ബിലിറുബിൻ നമ്മുടെ ബ്ലഡ് ടെസ്റ്റിൽ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. ഇത് പ്രധാനമായിട്ടും ഇതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നു. ഒന്ന് നമ്മുടെ ഹീമോലൈറ്റിക് അനീമിയയിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലംസ് വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ജെനറ്റിക് ആയിട്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലംസ് വന്നേക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ജനറ്റിക് ആയിട്ടുള്ള ഒരു മറ്റു അസുഖമായ ഗിൽബർട്ട് ഡിസീസ് എന്ന് പറഞ്ഞ കണ്ടീഷനും നമുക്ക് ഈ ഒരു ഇൻഡയറക്റ്റ് ബിലിറുബിൻ കൂടിയേക്കാം. അതുപോലെ തന്നെ ഫിസിയോളജിക്കൽ ജോണ്ടിസ് എന്ന കണ്ടീഷൻ, നമ്മൾ കുഞ്ഞു കുട്ടികളിലൊക്കെ നമ്മൾ ജനിക്കുന്ന സമയത്ത് അവരിൽ ഈ ഒരു ബിലിറുബിൻ കൂടുതലും അവരുടെ ശരീരം ഭയങ്കര മഞ്ഞ നിറത്തിലൊക്കെ നമ്മൾ കണ്ടേക്കാം. അപ്പൊ ആ സമയത്ത് നമ്മൾ ഡോക്ടർ പറയും വീട്ടിൽ ചെന്നിട്ട് വെയിൽ കൊള്ളിക്കണം, അല്ലെങ്കിൽ നല്ല കൂടുതലൊക്കെ ആണെങ്കിൽ അവർ ജനിച്ച പാടെ കുട്ടികളിൽ ചിലപ്പോൾ NICUയിലൊക്കെ കൊണ്ടുപോയിട്ട് അവർ ഫോട്ടോതെറാപ്പി ഒക്കെ ചെയ്യാറാണ്. ഈ ഒരു ബിലിറുബിന്റെ ലെവൽസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, സോ എന്തുകൊണ്ടാണ് കുട്ടികളിൽ അത്രയും മഞ്ഞ നിറം കാണപ്പെടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡെലിവറിയുടെ സമയത്ത് അമ്മയുടെ രക്തം കുട്ടിയുടെ ശരീരത്തിൽ ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ ഈ ഒരു RBCസിന്റെ ബ്രേക്ക് ഡൗൺ മൂലമാണ് കുട്ടികളിൽ അമിതമായിട്ടുള്ള ഈ ഒരു മഞ്ഞ നിറത്തിന് കാരണമായിട്ട് വരുന്നത്. ഡയറക്റ്റ് ബിലിറുബിന്റെ ലെവൽസ് കൂടാനുള്ള കാരണം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ലിവർ ഡാമേജ് മൂലമാണ്. പല ഇൻഫെക്ഷൻസ്, ഹെപ്പറ്റൈറ്റിസും അതുപോലെ തന്നെ പല ക്യാൻസറിന്റെ ഭാഗമായിട്ടും ലിവർ ക്യാൻസറോ അല്ലെങ്കിൽ നമ്മുടെ പിത്താശയത്തിൽ ഉണ്ടാവുന്ന ക്യാൻസറോ അല്ലെങ്കിൽ നമ്മുടെ പാൻക്രിയാറ്റിക് ക്യാൻസർ മൂലവും നമുക്ക് വന്നേക്കാം. പാൻക്രിയാറ്റിക് ക്യാൻസർ ഒക്കെ വരുന്ന സമയത്ത് ഇത് വലുതാകുന്നതോറും നമ്മുടെ ലിവർ ഡക്റ്റിലൊക്കെ നമുക്ക് ലിവറിലേക്ക് ഇതിന് പ്രഷർ പോവുകയും ആ ഒരു ബിലിറുബിന്റെ ഫ്ലോ പ്രോപ്പറായിട്ട് നടക്കാണ്ട് വരുന്ന സമയത്ത് നമുക്ക് പല ഒബ്സ്ട്രക്ഷൻസിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു ബിലിറുബിൻ ലെവൽസ് കൂടി വന്നേക്കാം. അതുപോലെ തന്നെ നമ്മുടെ ലിവറിന്റെ ഉള്ളിൽ നമ്മുടെ ഒരു ബിലിറുബിന്റെ ഫ്ലോ പ്രോപ്പറായിട്ട് നടക്കാത്ത പല ഒബ്സ്ട്രക്ഷന്റെ ഭാഗമായിട്ട് ഒന്നെങ്കിൽ നമ്മുടെ ആ ഒരു ബൈൽ ഡക്റ്റ് നമുക്ക് ചിലപ്പോൾ ബ്ലോക്കേജ് ആയിട്ട് വന്നേക്കാം, ചിലപ്പോൾ പിത്താശയത്തിൽ എന്തെങ്കിലും കല്ലിന്റെ ഭാഗമായിട്ട് വന്നേക്കാം, അല്ലെങ്കിൽ മറ്റു ഇൻഫെക്ഷൻസിന്റെ ഭാഗമായിട്ടും ആ ഒരു ഫ്ലോ പ്രോപ്പറായിട്ട് വരാത്ത സമയത്തും നമുക്ക് ഈ ഒരു ഡയറക്റ്റ് ബിലിറുബിൻസ് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. പല അസുഖത്തിന്റെ ഭാഗമായിട്ടും ഈ ഒരു ബിലിറുബിൻ ലെവൽസ് കൂടാം. കോമൺ ആയിട്ട് നമ്മുടെ മഞ്ഞപ്പിത്തം അഥവാ ഹെപ്പറ്റൈറ്റിസ് A വൈറസ് മൂലം ഉണ്ടാകുന്ന കണ്ടീഷനും ബിലിറുബിൻ ലെവൽ കൂടാവുന്നതാണ്. സോ ഡയറക്റ്റ് ബിലിറുബിന്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത്
0.3 ml/dL താഴെയായിരിക്കണം. ടോട്ടൽ ആയിട്ടുള്ള ബിലിറൂബിന്റെ ലെവൽ എന്ന് പറയുന്നത് 0.1 to 1.2 ml/dL ആണ്. ഓക്കെ, സോ ഇതിൽ നിന്ന് നമ്മുടെ ഡയറക്റ്റ് ബിലിറൂബിൻ കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഡയറക്റ്റ് ബിലിറൂബിന്റെ അളവ് നമുക്ക് ലഭിക്കുന്നതാണ്. ബ്ലഡ് ടെസ്റ്റിൽ ഈ ബിലിറൂബിൻ ലെവൽ വളരെയധികം കൂടുതലാണെങ്കിൽ നമ്മൾ ഒരിക്കലും സ്വയം ചികിത്സ ചെയ്യാൻ പാടുള്ളതല്ല. നമ്മൾ അടുത്തുള്ള ഒരു ഡോക്ടറെ കണ്ട് അവര് എന്ത് അസുഖത്തിന്റെ ഭാഗമായിട്ടാണെന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുവാൻ പാടുള്ളൂ. ചിലത് കുട്ടികളിൽ ഇപ്പോൾ ഓൾറെഡി വെയിൽ കൊണ്ടാൽ അവരുടെ മഞ്ഞനിറം മാറുമെന്ന് കരുതിയിട്ട് നമ്മളും വെയിൽ കുറച്ച് ദിവസം കൊണ്ടാൽ ഈ ഒരു പ്രോബ്ലംസ് കുറയുമെന്ന് നമ്മൾ ആരും തെറ്റിദ്ധരിക്കരുത്. കുട്ടികൾ അത് ഫിസിയോളജിക്കലി ആയിട്ട് വരുന്ന കാര്യമാണത്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് അത് വെയിൽ കൊള്ളുമ്പോൾ പതിയെ പതിയെ കുറഞ്ഞു വന്നേക്കാം. പക്ഷെ മുതിർന്നവരിൽ പല മേജർ അസുഖങ്ങളുടെ ഭാഗമായിട്ട് ഈ ഒരു ബിലിറൂബിൻ ലെവൽ കൂടുകയും ശരീരത്തിൽ മഞ്ഞ നിറം വരുവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അടുത്തുള്ള ഒരു ഡോക്ടറെ കണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മളൊരു ട്രീറ്റ്മെന്റ് എടുക്കാൻ പാടുള്ളൂ. ബിലിറൂബിൻ ലെവൽസിനെ കുറിച്ചുള്ള എല്ലാ ഡൗട്ടും മാറിയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഹെൽത്ത് ടിപ്പുമായിട്ട് വീണ്ടും കാണാം.